പാലക്കാട് ബ്രൂവറി വിവാദത്തിൽ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽപ്പെട്ട കമ്പനിക്കാണ് ബ്രൂവറി സ്ഥാപിക്കാൻ അനുമതി നൽകിയിട്ടുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമെന്നും ഉന്നയിച്ച ആരോപണങ്ങളൊന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും LDF കൺവീനർ ടി പി രാമകൃഷ്ണനും വ്യക്തമാക്കി. പാലക്കാട്ടെ കഞ്ചിക്കോട് ബ്രൂവറിക്ക് അനുമതി നൽകിയതിനെതിരെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. പാലക്കാട് കഞ്ചിക്കോട് മദ്യനിർമ്മാണ കേന്ദ്രം കൊണ്ടുവരുന്ന സർക്കാരിന്റെ പദ്ധതി അഴിമതിക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. സ്വന്തം ജില്ലയിലെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കാൻ മന്ത്രി MP രാജേഷ് മുന്നിട്ടിറങ്ങുന്നുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കൊടിയ അഴിമതിയാണ്. ആ അഴിമതിക്കാണ് കൊടപിടിച്ചു കൊടുക്കുന്നത്. മുഖ്യമന്ത്രി കൊടപിടിച്ചു കൊടുത്ത് രാജഭരണമല്ല, ഇത് ജനാധിപത്യ ഭരണമാണ്, നടപടിക്രമങ്ങളുള്ള നാടാണ്. അപ്പൊ അത് മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവൂ. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയിൽ നിന്നും അപേക്ഷ എഴുതി ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി. ഇത്രയും ഏകാധിപത്യപരമായി ആരോരും ചോദിക്കാതെ, ഇടതുമുന്നണി ചോദിക്കാതെ, സംസാരിക്കാതെ കേരളത്തിന്റെ വാതായനങ്ങൾ മദ്യമുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത്. അതേസമയം പ്രതിപക്ഷ ആരോപണങ്ങളെയെല്ലാം തള്ളുന്നതായിരുന്നു LDF കൺവീനറുടെ പ്രതികരണം. പാലക്കാട് ബ്രൂവറി ആരോപണം അടിസ്ഥാനരഹിതമെന്നും താൻ എക്സൈസ് മന്ത്രിയായിരുന്നപ്പോഴും പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചിരുന്നുവെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു. UDF ഇപ്പോൾ ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണം അടിസ്ഥാനരഹിതമാണ്. ബ്രൂവറിയോ അതുപോലുള്ള മറ്റ് സ്ഥാപനങ്ങളോ ഉണ്ടെങ്കിൽ നിയമാനുസൃതമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടേ ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയുള്ളൂ. വിവാദത്തിൽ പ്രതികരിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാറും രംഗത്തെത്തി. ഇതൊന്നും സർക്കാർ രഹസ്യമായി തീരുമാനിച്ചതല്ലെന്നും LDF കൂടിയാലോചിച്ച് രൂപീകരിച്ചതാണെന്നും മന്ത്രിയും പ്രതികരിച്ചു. 10 പേർക്ക് ജോലി കിട്ടുന്ന ഒരു കാര്യം വരുമ്പോൾ അത് കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് അതൊരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനും ആരോപണം ഉന്നയിക്കുന്നതിന് അടിസ്ഥാനമാണ്. ഡിസ്റ്റിലറികളും ബ്ലൂബറികളും ഒക്കെ അനുവദിക്കുമെന്ന് LDFന്റെ പ്രഖ്യാപിതമായ മദ്യനയത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്.